നമ്മുടെ പുതിയ പ്രിൻ്റർ AD5X. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഇത് ഫാദേഴ്സ് ഡേ സ്പെഷ്യലാണ്. ഫാദേഴ്സ് ഡേ ആയിട്ട് എനിക്കിന്ന് ഗിഫ്റ്റ് ചെയ്തൊരു 3D പ്രിൻ്ററാണ്. അപ്പോൾ നമുക്കിനി ഈ പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, പ്രിൻ്റർ എത്ര പെട്ടെന്ന് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്കിനി അത് അസംബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അസംബ്ലി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇതിൽ ഫിലമെൻറ്റ്സ് ഒക്കെ ഒന്ന് ലോഡ് ചെയ്യാം. നമുക്കൊരു ടെസ്റ്റ് പ്രിൻ്റ് എടുക്കാം. എങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം, സെറ്റിങ്സ് നോക്കാം. നമുക്ക് PC-യിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ ഫിലമെൻറ്റ്സ് ലോഡ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് പ്രിൻ്റ്, ഇതിൽ എനിക്ക് തോന്നുന്നു ബെഞ്ചീസ് ഉണ്ടാവും, നമുക്കൊരു ബെഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിൻ്റ് വരുന്നത്. പ്രിൻ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഫിലമെൻറ്റ്സും ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കുറച്ച് ഫിലമെൻ്റ് ഉള്ളൂ, ചിലതൊക്കെ ഫുള്ളുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ടെസ്റ്റ് അടിച്ചതിന് ശേഷം ഏതൊക്കെയാണ് ഫിലമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റിനനുസരിച്ച് മാറ്റാം. നമ്മുടെ അത്യാവശ്യം സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇതവിടെ ഫിലമെൻ്റ് ഇവിടെയും ഇത് അവിടെയൊക്കെ ആയിട്ട് ഫിലമെൻ്റ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ലോഡ് ചെയ്തിരിക്കുന്നത് 4 PLA ആണ്. വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന്, പിന്നുള്ളത് ഗ്ലോ ഇൻ ദ ഡാർക്കാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സാമ്പിൾ നോക്കാം. നമ്മുടെ പഴയ പ്രിൻ്ററിൽ ബ്ലാക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 minutes കാണിക്കുന്നുണ്ട്, 2 minutes 30 seconds. ഇതിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇനീഷ്യൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഞ്ച് ഒന്ന് ചെയ്ത് നോക്കാം. കാലിബ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഫിലമെൻ്റ് എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫിലമെൻ്റ് ലോഡിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇത്രയും സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാവുന്ന ഒരു മെഷീൻ എനിക്കറിയില്ല വേറെ ഉണ്ടോയെന്ന്. ടോട്ടലി നമുക്കൊരു അസംബിൾ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഒരു 10 minute തികച്ച് വേണ്ട. അതേപോലെ ഫിലമെൻ്റ് ലോഡ് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു IFS സിസ്റ്റത്തിൽ വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര സിമ്പിളായി തോന്നുന്നുണ്ട് ഈ AD5X ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൽ ബെഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ബെഞ്ച് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫ്ലാഷ് ഫോർജിൻ്റെ കോയിനാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ലിറ്ററലി നല്ല സ്പീഡ്. നമ്മുടെ പഴയ പ്രിൻ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സ്പീഡാണ്. അപ്പോൾ നമുക്കിനി ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നോക്കാം. നമ്മുടെ പ്രിൻ്റ് കഴിഞ്ഞു. ഫസ്റ്റ് ബെഞ്ച് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ക്ലാരിറ്റീൻ്റെ മൾട്ടി കളറിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതാ ഒരു മെസ്സേജ് വന്നു, കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്കിനി ബെഞ്ച് എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബെഞ്ച് ചെയ്ത് കഴിഞ്ഞു.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇനീഷ്യലി ഇത് ഫേംവെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഓൺ ചെയ്ത ഉടനെ എടുത്ത പ്രിൻ്റാണ്. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് കറക്ഷൻസ് കൂടി ചെയ്യാനുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഫേംവെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പ്രിൻ്റർ AD5X. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഇത് ഫാദേഴ്സ് ഡേ സ്പെഷ്യലാണ്. ഫാദേഴ്സ് ഡേ ആയിട്ട് എനിക്കിന്ന് ഗിഫ്റ്റ് ചെയ്തൊരു 3D പ്രിൻ്ററാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ എസെൻഷ്യൽ പാർട്സ് ഒക്കെ ഉണ്ട്. ഇതിനിപ്പോൾ ബാക്കിൽ ലൈക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, പേർജ് ചെയ്യുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ളൊരു ഇത്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇതിന് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യും. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്, ഇനീഷ്യൽ റിവ്യൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫെർദർ റിവ്യൂ അപ്ഡേറ്റ്സ്, ഇതിൻ്റെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി അങ്ങനെയുള്ളതൊക്കെ വരുന്ന വീഡിയോസിൽ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് ഈ ഒരു പ്രിൻ്റർ വരുന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മൾ കുറേ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കളേഴ്സുള്ള മിനിമം 4 കളറുള്ള പ്രിൻ്റർ വേണം. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി AD5X ആണ്. നല്ല പ്രിൻ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇനീഷ്യൽ നമ്മുടെ ഒരു റിവ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രിൻ്ററാണ്. ഫാസ്റ്റ് ഇൻസ്റ്റാളേഷനാണ്. ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ, ഒരു 10-20 മിനിറ്റ്സിനകത്ത് നമ്മൾ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് ഇറ്റ് ഈസ് സോ ഫാസ്റ്റ്. നല്ലൊരു പ്രിൻ്ററാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്കതിൻ്റെ ഇനി സ്പീഡ്, കാര്യങ്ങൾ, ക്വാളിറ്റി അങ്ങനെയുള്ളതൊക്കെ വരുന്ന വീഡിയോയിൽ ചെക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഇൻ ടച്ച്. ദിസ് ഇസ് സൈനിങ് ഓഫ് ശ്രീജിത്ത്.